ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. പുതിയ സംസ്ഥാന മന്ത്രിസഭയിൽ അർഹ പരിഗണനയും കരുത്തുറ്റ പ്രാധാന്യവും സ്വന്തമാക്കി മലപ്പുറം ജില്ല. ജില്ലയിൽ നിന്നുള്ള 4 മന്ത്രിമാർക്ക് പുറമെ മണ്ണാർക്കാട്ട് നിന്ന് ജനവിധി തേടി വിജയിച്ച തിരൂർ സ്വദേശി എൻ ഷംസുദ്ദീൻ കൂടി ഉൾപ്പെടുന്നതോടെ 5 ടീം മലപ്പുറമാണ് ഇത്തവണ മന്ത്രിസഭയിൽ ജില്ലയുടെ സാന്നിധ്യമാകുന്നത്. മലപ്പുറത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വൻ കുതിപ്പേകുന്നതാണ് പുതിയ ഭരണകൂടത്തിലെ ഈ 5 സംഘത്തിന്റെ സാന്നിധ്യം. കഴിഞ്ഞ 2 LDF സർക്കാരുകളിലും ജില്ലയ്ക്ക് ഓരോ മന്ത്രിമാരെ മാത്രമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ വലിയൊരു പ്രാതിനിധ്യമാണ് മലപ്പുറത്തിന് കൈവന്നിരിക്കുന്നത്. 2004-ൽ 6 മന്ത്രിമാരും 2011-ൽ 5 മന്ത്രിമാരും ജില്ലയ്ക്കുണ്ടായിരുന്ന ചരിത്ര പാരമ്പര്യം ഇതോടെ UDF വീണ്ടും കാത്തുസൂക്ഷിച്ചു. മന്ത്രിസഭയിലെ ഏറ്റവും പരിചയസമ്പന്നനായ ടാസ്ക് മാസ്റ്റർ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ഈ 5 സംഘത്തെ നയിക്കുന്നത്. 1982-ൽ ആദ്യമായി നിയമസഭയിലെത്തിയ അദ്ദേഹം മലപ്പുറം മണ്ഡലത്തിൽ നിന്നും 87,327 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ 6ാം മന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. മുന്നണിയിലെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികളിൽ സമാധാന ദൂതരായി നിൽക്കുന്ന അദ്ദേഹം വ്യവസായ IT വകുപ്പുകളുടെ ചുമതല വഹിക്കുമെന്നാണ് സൂചന. മുസ്ലിം ലീഗ് നേതാക്കളായ PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവർക്ക് ഇത് മന്ത്രിസഭയിലേക്കുള്ള കന്നിയൂഴമാണ്. ഇതിഹാസ നേതാവ് P സീതിഹാജിയുടെ മകനും ഏറനാട് മണ്ഡലത്തിൽ നിന്നുള്ള 4ാം വട്ട MLAയുമായ PK ബഷീർ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ശൈലിയിലൂടെ ശ്രദ്ധേയനാണ്. PK ബഷീറിന്റെ രാഷ്ട്രീയത്തിൽ മറ്റൊരു പാഠപുസ്തകം ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ബാപ്പയായ മുസ്ലിം ലീഗിന്റെ ഇതിഹാസ നേതാവ് P സീതിഹാജി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പാഠപുസ്തകം. ഔപചാരിക വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും അനുഭവങ്ങളുടെ സർവകലാശാലയായിരുന്നു സീതിഹാജി. മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളിയായിരുന്ന സീതിഹാജി ഒരിക്കൽ പോലും മന്ത്രിയായില്ലെങ്കിലും പിതാവിന്റെ പാത പിന്തുടർന്ന് നിയമസഭയിലെ 4ാം ഊഴത്തിൽ മന്ത്രി പദവിയിലെത്തുന്ന മകന്റെ വിജയം ഒരു കാലഘട്ടത്തിന്റെ കാവ്യനീതിയായി മാറുകയാണ്. ആദ്യമായി സംസ്ഥാന ക്യാബിനറ്റിലേക്ക് എത്തുന്ന KM ഷാജി തൊടുമ്പോൾ 1 എന്നാൽ കൊള്ളുമ്പോൾ 10 മാറുന്ന മൂർച്ചയേറിയ വാക്ശരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ആ നിലപാടുകളുടെ ശൗര്യം കൊണ്ട് തന്നെ മുസ്ലിം ലീഗിലും പൊതുസമൂഹത്തിലും വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിനുണ്ട്. മൂർച്ചയുള്ള രാഷ്ട്രീയ നിലപാടുകൾ കാരണം കഴിഞ്ഞ 18 വർഷമായി സർക്കാർ നിയോഗിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ ഷാജിക്കൊപ്പമുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ സാക്ഷ്യപത്രമാണ്. സോഷ്യൽ മീഡിയ റീൽസുകളിലും റിയൽ ജീവിതത്തിലും ഒരുപോലെ തിളങ്ങുന്ന അദ്ദേഹം വേങ്ങരയുടെ ജനപ്രതിനിധിയായാണ് ഇത്തവണ മന്ത്രി പദവിയിലെത്തുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയായി AP അനിൽകുമാർ 3ാം തവണയും മന്ത്രിയായി ചുമതലയേറ്റു. വണ്ടൂർ സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി 6ാം തവണയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിനെ 6ാം തമ്പുരാൻ എന്ന സവിശേഷതയോടെയാണ് അണികൾ ആഹ്ലാദ പ്രകടനങ്ങളോടെ വരവേറ്റത്. ഇത്തവണ 47,939 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വണ്ടൂരിന്റെ മണ്ണ് നിലനിർത്തിയത്. മണ്ണാർക്കാട് നിന്ന് മുസ്ലിം ലീഗ് സീറ്റിൽ മത്സരിച്ച് വീണ്ടും വിജയിച്ച തിരൂർ സ്വദേശി N ഷംസുദ്ദീൻ സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയായി ചുമതലയേറ്റു. തിരൂർ മണ്ണിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ മന്ത്രി പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. തിരൂർ വെട്ടം പച്ചാട്ടിരി നാവാങ്കണ്ടത്തിൽ മുഹമ്മദ് കുട്ടിയുടെയും മുറിവഴിക്കൽ കോളപ്പാട്ട് വട്ടിയം വീട്ടിൽ മറിയക്കുട്ടിയുടെയും മകനായ ഷംസുദ്ദീൻ നിലവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. 1969 മെയ് 31 ജനിച്ച അദ്ദേഹം തിരൂർ ഗവൺമെന്റ് തുഞ്ചൻ കോളേജിൽ നിന്ന് BCom ബിരുദവും PSMO കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് നിയമബിരുദം സ്വന്തമാക്കിയത്. പുതിയ 5 മന്ത്രിസംഘം ഭരണസ്ഥിര കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ജില്ലയിലെ ജനങ്ങൾ വലിയ വികസന പ്രതീക്ഷകളിലാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂർണ്ണ സജ്ജമാക്കാത്ത പ്രതിസന്ധി പരിഹരിക്കുക, കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനഃസ്ഥാപിക്കുക, നിലനിൽപ്പ് ഭീഷണിയായ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് സംരക്ഷിക്കുക, പ്രവാസികൾ നേരിടുന്ന തൊഴിൽ യാത്രാ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്നിവയാണ് ഈ പുതിയ മന്ത്രിമാർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ. അനുഭവസമ്പത്തും യുവരക്തവും ഒത്തുചേരുന്ന ഈ പുതിയ ടീമിലൂടെ മലപ്പുറം ജില്ലയുടെ വികസന മുരടിപ്പ് മാറി പുത്തൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുകൾ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ.
Charitra Vivag Bridal Collections by Shobhika Weddings.